നമസ്കാരം, എല്ലാവർക്കും വേ ടു PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ LGS മെയിൻസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്നാണ് വന്നത്. അത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആ ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ഇവിടെ ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായി 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയാണ് അവശ്യ മൂലകങ്ങൾ, അതായത് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ. അപ്പോൾ സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളാണ് ഈ അവശ്യ മൂലകങ്ങൾ. അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതല്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുമിളുകൾ, ബാക്ടീരിയകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. അടുത്ത വളം തരുന്ന ജീവാണുക്കളെ പറ്റി നോക്കാം. മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായി റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. അപ്പോൾ മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ഈ ജീവാണുവളങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് മണ്ണിലെ നൈട്രജൻ്റെ അളവ് കൂട്ടുന്ന ബാക്ടീരിയകളാണ്. ഈ പേരെല്ലാം ഒന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്ത ടേമാണ് സംയോജിത കീടനിയന്ത്രണ മാർഗം, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, IPM. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാക്കാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. അതായത് മുഴുവൻ കീടങ്ങളെയും കൊല്ലാണ്ട് അതിൻ്റെ കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക. ഇതിനെയാണ് സംയോജിത കീടനിയന്ത്രണ രീതി എന്ന് പറയുന്നത്. രാസകീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, മിത്രകീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കും. ഈ രീതിയാണ് സംയോജിത കീടനിയന്ത്രണ രീതി എന്ന് പറയുന്നത്. ഇനി ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് കൃഷികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് കന്നുകാലി പരിപാലനം. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ നോക്കാം. ഇത് പശുവിൽ വരുന്നത് ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചു. ഇത്രയാണ് പശുവിൽ വരുന്ന ഇനങ്ങൾ. ഇതിനടുത്ത് എരുമേൽ മുറ, നീലീരവി, ബദാവരി. അടുത്ത ആടിൻ്റെ ഇനങ്ങൾ തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. ഇവയെല്ലാമാണ് ഈ കന്നുകാലി ഇനങ്ങൾ. ഇനി അടുത്തത് പക്ഷി പരിപാലനം. മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നുണ്ട്. ഇനി കോഴി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. താറാവിനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. ഇനി കാട ഇനങ്ങളാണ് ജപ്പാനീസ്, ബോംബ് വൈറ്റ്. ഇവയെല്ലാമാണ് ഈ പക്ഷികളുടെ ഇനങ്ങൾ. ഇനി അടുത്ത് സെറികൾച്ചർ. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് ഈ സെറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പട്ടുനൂൽ കൃഷിയാണ് ഈ സെറികൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. മൾബറി പട്ടുനൂൽ, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങളിൽപ്പെട്ട ഈ പട്ടുനൂൽ പുഴുക്കൾ. അപ്പോൾ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ കൃഷിയാണ്. അടുത്തത് പിസികൾച്ചർ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെയാണ് ഈ പിസികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മത്സ്യം വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, റോഹു, കട്ട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങൾക്കായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയും വളർത്തുന്നുണ്ട്. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനമാണ് നാരൻ, കാര എന്നിവയെല്ലാം. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷിയാണ് പറയുന്നത്. അപ്പോൾ സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. അടുത്ത് ഫ്ലോറികൾച്ചർ.
വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണി സാധ്യതയുള്ള പൂക്കളാണ്. അപ്പോൾ വ്യവസായത്തിനെയാണ് ഈ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത എപ്പികൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതിനെയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. ഔഷധ ഗുണവും പോഷകമൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണ എല്ലാവരും വളർത്തുന്നത്. അപ്പോൾ എപ്പികൾച്ചർ തേനീച്ചയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് ക്യൂണികൾച്ചർ. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതാണ് ഈ ക്യൂണികൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറയെ രോമത്തിനായി വളർത്തുന്നു. അപ്പോൾ ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ മുയലുകളെ വളർത്തുന്നതിനെയാണ് പറയുന്നത്. അടുത്ത മഷ്റൂം കൾച്ചർ. ശാസ്ത്രീയമായ കൂൺ വളർത്തലിനെയാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യവിഭവമാണ് ഈ കൂൺ എന്ന് പറയുന്നത്. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത്. അപ്പോൾ മഷ്റൂം കൾച്ചർ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഹോർട്ടികൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഈ ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോർട്ടികൾച്ചർ പഴം, പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കുറച്ച് ഔഷധ സസ്യകൃഷിയെ നോക്കാം. ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ സസ്യകൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയവയാണ് കൃഷിയിടങ്ങളിൽ വളർത്താവുന്ന പ്രധാനപ്പെട്ട ഈ ഔഷധ സസ്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് ആധുനിക കൃഷിരീതികളെ പറ്റിയാണ്. അപ്പോൾ അതിൽ തന്നെ പോളി ഹൗസ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിരുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണെന്ന്. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കാവുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച വേഗത്തിലാകും. വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നു. പോളി ഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. തുടക്കത്തിൽ ചെലവേറുമെങ്കിലും സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് അധികം വിളവ് ഈ പോളി ഹൗസ് ഫാമിങ്ങിലൂടെ ലഭിക്കും. ഇനി അടുത്തത് പ്രിസിഷൻ ഫാമിംഗ്. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നു എന്നത് ഈ കൃഷിരീതിയുടെ ഒരു മേന്മയാണ്. അപ്പോൾ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാവരും ചെയ്തു വരുന്നതാണ്. ഇനി അടുത്തത് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്നത്. ഇനി അടുത്തത് എയറോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർത്തുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ആധുനിക കൃഷി രീതികൾ. ഇനി ഇവിടെ കുറച്ച് വിളകളും അതിൻ്റെ ഇനങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാവിൻ്റെ ഇനങ്ങളാണ് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ എന്നിവ. വാഴയുടെ ഇനങ്ങളാണ് ഞാലിപ്പൂവൻ, പാളയങ്കോടൻ എന്നിവ. ഇനി അടുത്ത് നമുക്ക് നെല്ലിൻ്റെ പറയാം. നെല്ലിൻ്റെ ഇനമാണ് തവളക്കണ്ണൻ എന്ന് പറയുന്നത്. നെല്ലിൻ്റെ ഇനം തവളക്കണ്ണൻ. പിന്നെ അടുത്ത ജന്തുക്കളും ഇനങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. പശു വെച്ചൂർ, കാസർഗോഡ് കുള്ളനും, ഇനി ആട് മലബാറിയും അട്ടപ്പാടി ബ്ലാക്കും. ഇങ്ങനെ കുറേ ഇനങ്ങളുണ്ട് എല്ലാത്തിനും. ഇനി കൃഷി ചെയ്യാൻ വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലാത്തവരല്ല ഇപ്പോൾ ടെറസിലാണ് സാധാരണ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ടെറസിൽ മട്ടുപ്ലാവ് കൃഷിയും ഗ്രോ ബാഗിലെ കൃഷിയും വെർട്ടിക്കൽ ഫാമിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ള പ്രധാനപ്പെട്ടവ. അപ്പോൾ ഇനി എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഇത് LGS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്.
വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി ഏതാണ്? 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. എയ്റോപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, പോളിഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്. ഇതിലേതാണ് ഉത്തരമെന്ന് എല്ലാവരും നമ്മളെ ക്ലാസ് മൊത്തം കണ്ടു കഴിഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.